ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ തേങ്ങയൊന്നും ചേർക്കാതെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നി റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. ഈ ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പച്ചക്കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കപ്പലണ്ടി ഒന്ന് മൂത്ത് വരാൻ 8 മുതൽ 10 മിനിറ്റ് വരെ ആകും. ലോ ഫ്ലെയിമിലിട്ടേ മൂപ്പിക്കാവുള്ളൂ. വറുത്ത കപ്പലണ്ടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് എണ്ണയിലൊന്ന് വഴറ്റി കൊടുത്താൽ മതി. കപ്പലണ്ടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് അരമുറി സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കപ്പലണ്ടി മൂത്തോന്നറിയാനായിട്ട് കപ്പലണ്ടിയുടെ തോലൊക്കെ ചെറുതായിട്ട് പൊട്ടി വരും. അന്നേരം നമുക്ക് മനസ്സിലാക്കാം അത് മൂത്തിട്ടുണ്ടെന്ന്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരമുറി പച്ചമുളക്, ഒരു തക്കാളി അരിഞ്ഞത്, കുറച്ച് ഉപ്പ്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വരണം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം വഴറ്റിയെടുക്കാം. മുളക് പൊടി നേരത്തെ തന്നെ ചേർത്ത് വഴറ്റരുത്. അങ്ങനെ വഴറ്റുവാണെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പം ഏറ്റവും ലാസ്റ്റ് വേണം മുളക് പൊടി ചേർത്ത് വഴറ്റിയെടുക്കാൻ. വഴറ്റി വെച്ചിരിക്കുന്ന കപ്പലണ്ടിയൊക്കെ ആറി കഴിയുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പീനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കട്ടിയിലാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കപ്പലണ്ടി വഴറ്റിയ അതേ പാനിൽ തന്നെ നമുക്കിതിനൊരു താളിപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് പൊട്ടിക്കണം. ഇതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ താളിപ്പെല്ലാം കൂടെ നമുക്ക് ഈ ചമ്മന്തിക്കകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ സാമ്പാറോ തേങ്ങാ ചട്നിയൊക്കെ അല്ലേ ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാറ്. അപ്പം ഇതേപോലൊരു പീനട്ട് ചട്നി ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബായ്.